കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ബി മാജിക്കിൽ 2 വർഷം മുന്നേ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയണ്ടാവില്ല, പഴയ ആളുകൾക്കൊക്കെ അറിയുമായിരിക്കും. എന്റെ പേര് ദിവ്യ എന്നാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമുക്കറിയാം, നമ്മളെല്ലാവരും നല്ല കേൾവിക്കാരാണ്. ആണോ? ആണെങ്കില് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. നിങ്ങളെല്ലാവരും നല്ല കേൾവിക്കാരാണോ? നിങ്ങൾക്ക് മറ്റുള്ളവരെ കേൾക്കാൻ താല്പര്യമുണ്ടോ? മണി സാർ യെസ് പറഞ്ഞിട്ടുണ്ട്. ഷൈനി മാഡം എസ് പറഞ്ഞിട്ടുണ്ട്. പ്രകാശൻ സാറ്. അപ്പൊ എല്ലാവരും നല്ല കേൾവിക്കാരാണ്. ഈ കേൾവി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഉള്ളില് ഒരുപാട് ദുഃഖങ്ങളും ഗദ്ഗതങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പല സമയത്തത് ഒന്ന് പൊട്ടിത്തെറിക്കണം, ഒന്ന് ഉറക്ക കരയണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ മെഡിറ്റേഷനിൽ ഇന്ന് കേട്ട മാതിരി, മെഡിറ്റേഷൻ നമ്മളെല്ലാവരും ശ്രവിച്ചു. മെഡിറ്റേഷനിൽ പറയുന്നുണ്ട്, നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ മനസ്സിനേറ്റ മുറിവ്, ആ മുറിവ് കുറെ കാലം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണങ്ങാതെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ നമുക്ക് തുറന്നു പറയാനുള്ള ഒരു വേദി നമുക്ക് പലർക്കും കിട്ടാറില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എല്ലാ ആളുകളുടെയും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ തുറന്നു പറയാൻ നമുക്കൊരു വേദി ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് പറയൂ റസാഖ് സാർ. റസാഖ് സാർ കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബാല്യകാലത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളെ കേൾക്കാൻ ആളില്ലാത്ത ഒരു വിഷമം നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കൗമാരക്കാരായ കുട്ടികളിലും അതുപോലെ തന്നെ വയസ്സായ ആളുകളിലും നമ്മുടെ വീടുകളിൽ നിരന്തരം നമ്മൾ കാണുന്നതാണ് അവരെ കേൾക്കാൻ ആളില്ല എന്നുള്ളത്. അവരുടെ ഒരു ഗദ്ഗതം, ഒരു പൊട്ടിക്കരച്ചിൽ കേൾക്കാൻ ആളില്ല എന്നാണ് എല്ലാവരും നേരിടുന്ന ഒരു വിഷമം. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ലിസണിങ്ങിന്റെ നല്ലൊരു കേൾവിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ വിഷമങ്ങൾ നമുക്ക് പറയാൻ ഒരവസരം ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു കേൾവിക്ക് ഒരാളെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ലൊരു കേൾവിക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? എന്താണ് നല്ലൊരു കേൾവിക്കാരന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ? ഞാനിപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ. നല്ലൊരു കേൾവിക്കാരൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ്. പിന്നെ നല്ലൊരു കേൾവിക്കാരൻ പറയുന്നത് നല്ലൊരു പേഷ്യൻസോട് കൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതായത് മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് കാര്യങ്ങളെ നോക്കിക്കാണാൻ പറ്റണം. വിത്ത് ഫീലിങ്സ്, അവരുടെ എല്ലാ ഫീലിങ്സും മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ നല്ലൊരു കേൾവിക്കാരനാകുന്നത്. നല്ലൊരു കേൾവിക്കാരൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എംപതറ്റിക് ഫീലിംഗ് ഉള്ള ആളായിരിക്കും. എംപതറ്റിക് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി കാണാനും. നമ്മൾ പറയാം എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഷൂസ് നമ്മൾ ധരിക്കുക എന്നുള്ളതല്ല, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് കാര്യങ്ങളെ നോക്കി കാണാൻ പറ്റുമ്പോഴാണ് നമ്മൾ നല്ലൊരു കേൾവിക്കാരനാകുന്നത്. അതായത് ഒരു ആക്റ്റീവ് ലിസണർ ആകുന്നത്. ഒരു ആക്റ്റീവ് ലിസണർക്ക് വേണ്ട ഗുണങ്ങൾ എന്താണ്? അവര് നന്നായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങളെ ശ്രദ്ധയോട് മനസ്സിലാക്കാനും വ്യക്തമായ ഐ കോണ്ടാക്റ്റോട് കൂടി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലിസണിങ്
ലിസണിങ് കപ്പാസിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് ഉള്ള നല്ല ഒരു ലിസണർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ കൗൺസിലേഴ്സ് ഒക്കെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇത് തന്നെയാണ്. ഇന്നിപ്പോ നമുക്ക് ഏതൊരു വിഷയങ്ങളും നമ്മളെ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് പല ആളുകളും കൗൺസിലേഴ്സിനെയാണ് സമീപിക്കുന്നത്. ഈ കൗൺസിലേഴ്സ് നമ്മളെ കാര്യങ്ങൾ വ്യക്തമായി അവർ കേൾക്കുകയും ഒരു ബിൽഡിംഗ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുന്നു. ആദ്യമായിട്ട് തന്നെ നമ്മൾ ആ ഒരു കൗൺസിലർ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം ചെയ്യാൻ പറ്റുന്നത്? ആ വ്യക്തിയുമായിട്ട്, ആ പ്രശ്നവുമായി വരുന്ന വ്യക്തിയുമായിട്ട് അവിടെ ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കും. ഈ നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റുകയുള്ളൂ. ഇതാണ് റാപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ കിടക്കുന്നത് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാല് നമ്മളെ കാര്യങ്ങള് ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഈ സ്ട്രോങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആക്റ്റീവ് ലിസണിങ് അതിന്റെ പൂർണ്ണ ഘട്ടത്തിൽ എത്തുകയുള്ളൂ. ആക്റ്റീവ് ലിസണിങ് പലപ്പോഴും നമ്മുടെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ വേണ്ടി ആക്റ്റീവ് ലിസണിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആക്റ്റീവ് ലിസണിങ്ങിലൂടെ ഒരു വ്യക്തിക്ക് ആക്റ്റീവ് ലിസണിങ് ഉള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നല്ലൊരു ലിസണർ ആകുമ്പോൾ അവിടെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ആക്റ്റീവ് ലിസണിങ്ങിനെ സഹായിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകൾ ചോർന്നു പോകാതെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. ആക്റ്റീവ് ലിസണർക്ക് മാത്രമേ പോയിന്റുകൾ ചോർന്നു പോകാതെ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾ പല ആളുകളും സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. പാരന്റ്സ് ഒന്ന് തുറന്നു പറയാനോ അവരെ ഒന്ന് അംഗീകരിക്കാനോ തയ്യാറാവാത്ത പല വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളാണ് പല കുട്ടികളെയും ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നത്. നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ നിങ്ങളെ കുട്ടികളുമായി സംവദിക്കാറുണ്ടോ? അവർക്കൊരു സ്പേസ് കൊടുക്കാറുണ്ടോ? ഉണ്ടോ? ഒന്ന് പറയൂ. കൊടുക്കാറുണ്ടോ? അവരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ തുറന്ന് സംസാരിക്കാത്തതാണ്, തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി ഇല്ലാത്തതാണ് പല പ്രശ്നങ്ങളും അവരുടെ ഉള്ളിൽ കിടന്ന് നേറി വലിയ പ്രശ്നങ്ങളായി മാറുകയും പിന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായി മാറുകയും ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നല്ലൊരു കേൾവിക്കാരായിരിക്കണം. അവരുടെ കാര്യങ്ങൾ അവരോട് സംവദിക്കുകയും അവർക്കൊരു പോസിറ്റീവ് സ്ട്രോക്ക് നമുക്ക് കൊടുക്കാനും കഴിയണം. പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അതിന് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് പോസിറ്റീവ് സ്ട്രോക്ക്? പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ചിരിയാവാം, നല്ലൊരു ചിരിയാവാം, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു അപ്രീസിയേഷൻ ആവാം, ഒരു ഗുഡ് വേർഡ്. നമ്മൾ പലപ്പോഴും നമ്മുടെ എല്ലാ ആളുകളും ചെയ്യുന്നത് എല്ലാ വ്യക്തികളെയും നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തും. അവരിലുള്ള നല്ല നന്മകളൊന്നും നമുക്ക് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. എല്ലാവരെയും കുറ്റപ്പെടുത്താനേ ശ്രമിക്കുകയുള്ളൂ. ഇന്ന് മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് കുറ്റപ്പെടുത്തലുകളാണ്. അതിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, നല്ല കാര്യങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ അവസരം കൊടുക്കാതെ അതിലെ മോശം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്നു. ആ മുറിവ് നമ്മളെ മനസ്സിൽ വലുതാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കോംപ്ലക്സ് നമ്മളെല്ലാ ആളുകളും ഒരുപാട് കഴിവുകൾ ഉള്ളവരാണ്. എന്നാൽ പോലും പലപ്പോഴും പറയുന്നത് എന്താണ്? എന്നെ ഒന്നിനു കൊള്ളില്ല, എന്നെ കൊണ്ട് കഴിയുന്ന സാധിക്കില്ല എന്ന ഒരു ചിന്ത, ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിൽ ഉടലെടുക്കാൻ കാരണം നമുക്ക് ചെറുപ്പകാലത്ത് കിട്ടിയിട്ടുള്ള ഈ കുറ്റപ്പെടുത്തലുകളും നോകളുമാണ്. അപ്പൊ പരമാവധി നമ്മൾ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിക്കൊണ്ട് കുട്ടികളുടെ നല്ല ഗുണങ്ങളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയും
കറക്റ്റ് അപ്രീസിയേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഈ അപ്രീസിയേഷൻ ദാമ്പത്യ ജീവിതത്തിലും അപ്രീസിയേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. പല ആളുകളും അടക്കി പിടിച്ച ഗദ്ഗതങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. അത് അവസാനം പൊട്ടിത്തെറിക്കുന്നു. ഈ ഗദ്ഗതങ്ങൾ കേൾക്കാൻ ആരുമില്ല. അവസാന ഘട്ടത്തിൽ പറയും, ഞാൻ അവളെ മനസ്സിലാക്കിയ പോലെ വേറെ ആരും മനസ്സിലാക്കിയില്ല, ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയ പോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയെങ്കിലും അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പാണ് നമുക്ക് കേൾക്കാൻ നേരമില്ല. അത് കേൾക്കാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ സമയം എന്ത് ചെയ്യും? മൊബൈലൊക്കെ നോക്കിയാണ്ടേ ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തി പറയാൻ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരാളോട് ഒരു വ്യക്തിയും മനസ്സ് തുറക്കില്ല. ഇത്തരം പ്രശ്നങ്ങളാണ് ഇന്നിപ്പോ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഒരു ആക്റ്റീവ് ലിസണിങ് കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയുള്ളൂ. ഇന്ന് മിക്ക വീടുകളിലും വൃദ്ധന്മാരാണ് ഉള്ളത്. വൃദ്ധന്മാരുടെ എണ്ണം കൂടി വരികയാണ്. നമ്മുടെ ഭാവിയില് കേരളത്തിൽ നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും വൃദ്ധജനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തു പോവാണ്. ഇന്ന് നാട്ടിലാരും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല. എല്ലാവരും പുറത്ത് ജോലിക്ക് പോകുന്നു. അല്ലെ? അങ്ങനെയല്ലേ? മിക്കവാറും വീടുകളിൽ വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ അവരെ കേൾക്കാൻ ആളില്ല എന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു പ്രശ്നമായിട്ട്, വലിയൊരു സാമൂഹിക വിപത്തായിട്ട് ഇന്ന് സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പല സന്നദ്ധ സാംസ്കാരിക സംഘടനകളും രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇവരെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനും പുനരധിവസിപ്പിക്കാനും വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ടാവും, പക്ഷെ അതൊന്നും കേൾക്കാൻ നമുക്ക് ആർക്കും നേരമില്ല. ഇത് വലിയൊരു മാരക വിപത്തിനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ലിസണിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്തെടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ആ ലിസണിങ് സ്കില്ല് ഉപയോഗിക്കുകയും വേണം. ആ ലിസണിങ് സ്കില്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അവരുമായിട്ട് ഒരു ബോണ്ടിങ്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട്, ഇമോഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കേൾക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരാളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായി കുറച്ചു നേരം സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ നമ്മുടെ വഴിയിൽ കണ്ട് മുട്ടുന്ന ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ചില ആളുകളുണ്ട് ബസ്സിലൊക്കെ കയറി കുറച്ചു നേരം കഴിഞ്ഞാൽ തന്നെ നമ്മളെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറയും. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ട് അവരോട് പോകും. അവര് പോകുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ മുഖത്ത് നോക്കുമ്പോ നമ്മുടെ മുഖത്തുള്ള ചിരിയും നമ്മുടെ ഇരിപ്പും എല്ലാം കാണുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നുണ്ടാവും. അവർ ഓപ്പൺ അപ്പ് ആവുന്നു. അതുകൊണ്ടാണ് ബസ്സിൽ കയറി പരിചയപ്പെട്ട പല ആളുകളും നമ്മളടുത്ത് നമ്മൾ ചോദിക്കാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോ അവര് ഒന്നും പറയാതെ ഇറങ്ങിപ്പോവും, ചിലപ്പോ ശരിയെന്ന് പറയും. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും. ഇതൊക്കെ അവർക്ക് മനസ്സ് തുറക്കാനുള്ള വേദി എവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഇതിലെ ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പറയൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ലിസണിങ് കപ്പാസിറ്റിയിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മുടെ ലാസ്റ്റ് നമ്മള് എന്ത് പ്രശ്നങ്ങൾ നമ്മൾ ഒരാളുടെ അവതരിപ്പിച്ചാലും നമുക്ക് ആ ആക്റ്റീവ് ലിസണിങ്ങിലൂടെ അയാളെ പ്രോബ്ലം മനസ്സിലാക്കാനും ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. ആ സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, ലേൺ ചെയ്യുകയും ഒപ്പം നമ്മൾ വളരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനും വളരാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആക്റ്റീവ് ലിസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആക്റ്റീവ് ലിസണിങ് നമ്മുടെ ലിസണിങ്ങിന്റെ പ്രോസസ്സിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആക്റ്റീവ് ലിസണിങ്. നല്ല കേൾവിക്കാരനാവുക, മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങളെ കാണാൻ പഠിക്കുക,
അത് മറ്റൊരാളുമായിട്ട് നല്ലൊരു ബോണ്ടിങ്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇനി ലിസണിങ് എന്ന് പറയുന്നത് ഒരുപാട് 4 ടൈപ്പ് ലിസണിങ് ഉണ്ട്. ലിസണിങ് അതായത് കേൾവി തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ അപ്രീഷിയേറ്റീവ് ലിസണിങ്. അപ്രീഷിയേറ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നല്ലൊരു സംഗീതം കേൾക്കുക, എൻജോയ് കേൾക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് അപ്രീഷിയേറ്റീവ് ലിസണിങ്. നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നതിനാണ് അപ്രീഷിയേറ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അടുത്തത് ക്രിട്ടിക്കൽ ലിസണിങ്. ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കേട്ടുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ കോടതികളിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. ക്രിട്ടിക്കൽ ലിസണിങ് അതായത് നമ്മൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു. അതാണ് ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുന്നത്. അടുത്തത് എംപതറ്റിക് ലിസണിങ് ആണ്. എംപതറ്റിക് ലിസണിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ ഇമോഷണൽ സപ്പോർട്ടോട് കൂടി അയാളെ കേൾക്കുക, അയാളടുത്ത് കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, അവരുടെ കാര്യങ്ങൾ ഒരു ഇമോഷണൽ സപ്പോർട്ടോട് കൂടി മനസ്സിലാക്കുന്നതാണ് എംപതറ്റിക് ലിസണിങ്. നാലാമത്തത് കോംപ്രഹെൻസീവ് ലിസണിങ്. കോംപ്രഹെൻസീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ക്ലാസ് റൂമിൽ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ട് പഠിക്കുന്നതിനാണ് കോംപ്രഹെൻസീവ് ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ്ങിന്റെ 4 സ്റ്റേജസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഈ കോംപ്രഹെൻസീവ് ലിസണിങ് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ക്ലാസ് റൂമിൽ പോകുമ്പോ, അതായത് കോംപ്രഹെൻസീവ് ലിസണിങ് കുട്ടികൾക്ക് വേണ്ട ഒരു കപ്പാസിറ്റിയാണ് കോംപ്രഹെൻസീവ് ലിസണിങ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങളെ കേൾക്കാൻ ആരും ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? കേൾക്കുന്നില്ലേ? കേൾക്കാം. പറയൂ. കേൾക്കാം. ബി മാജിക് ഉണ്ടല്ലോ, പിന്നെ പ്രശ്നമില്ല. ബി മാജിക് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ആ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല. ബി മാജിക്കിൽ വരുന്ന പല ആളുകളും പറയാറുണ്ട് ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായത്. പ്രത്യേകിച്ചും മെഡിറ്റേഷൻ. ഇന്നലെ രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു. അതോട് തന്നെ നമ്മൾ ഒരുപാട് മൈൻഡ് റീഫ്രഷ് ആയി. നമ്മൾ ഒരുപാട് ഫോർഗീവ്നെസ് കൊടുത്തു. നമുക്കറിയാം നമ്മളെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും ഗദ്ഗതങ്ങളും നമ്മളൊരു ഫോർഗീവ്നെസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കുറെ റിലാക്സേഷൻ നമുക്ക് കിട്ടും. റിലാക്സേഷൻ മോഡിലോട്ട് നമ്മൾ മാറിയതിനു ശേഷമാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ ഓരോ പ്രഭാതവും തള്ളി നീക്കുന്നത്. ബി മാജിക് കൊണ്ടുള്ള ഗുണങ്ങളാണ് അത്. റസാഖ് സർ പറഞ്ഞത് 100% ശരിയാണ്. അപ്പൊ നമുക്ക് ലിസണിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലിസണിങ്ങിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുന്നതിലൂടെ നമുക്ക് അവിടെ നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ഉണ്ടാവും. പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് കോൺസെൻട്രേഷൻ മാറിപ്പോവും. നേരെ മറിച്ച് ആക്റ്റീവ് ലിസണിങ് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും, നല്ല ഐ കോണ്ടാക്ട് ഉണ്ടാവും, നല്ല റാപ്പും ഉണ്ടാവും. അപ്പൊ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ബ്രേക്കപ്പ് ആവില്ല, ആക്റ്റീവ് ആയിരിക്കും. അതാണ് ഒരു ആക്റ്റീവ് ലിസണിങ്ങിന്റെ പ്രത്യേകത. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അടുത്തത് ഇംപ്രൂവ് തോട്ട് പ്രോസസ്. നമ്മുടെ ചിന്താധാരയെ ഉണർത്തുന്നു. നമ്മുടെ ചിന്താശേഷിയെ ഒന്നും കൂടി ഷാർപ്പാക്കുന്നു. നമ്മുടെ മെമ്മറിയെ ഷാർപ്പാക്കും. ആക്റ്റീവ് ലിസണിങ് നമ്മുടെ മെമ്മറിയെ ഷാർപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ കേൾക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബി മാജിക് ഉണ്ട്. വെരി ഗുഡ്. ഇതൊരു പോസിറ്റീവ് സ്ട്രോക്ക് ആണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ആരും നമ്മളെ കേൾക്കാൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബി മാജിക് ഉണ്ട്. വളരെ നല്ല കാര്യം. ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ ബി മാജിക്കിൽ വന്നതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും പ്രൊഡക്ടിവിറ്റി ഒന്നും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള പല
അപകർഷതാബോധവും കുറ്റബോധവും നമ്മൾ മാറ്റി നമ്മൾ ജീവിതത്തിൽ സക്സസ് ആവാനുള്ള ഗോൾസ് എല്ലാം സെറ്റ് ചെയ്തു. നമ്മള് ഏത് പ്രശ്നത്തെയും പ്രതിസന്ധിയെ അതിജീവിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനും എല്ലാം പഠിച്ചു. ഇതാണ് നമുക്ക് ഇതിലൂടെ ഉണ്ടായ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ആക്റ്റീവ് ലിസണിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നമുക്കൊരു പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. ഒരു വ്യക്തിയെ കേൾക്കുന്നത് ആക്റ്റീവായിട്ട് കേൾക്കുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. ഒരു ഫീഡ്ബാക്ക് അത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ഇമോഷനോട് കൂടി ആ കാര്യങ്ങൾ കേൾക്കുകയും കേട്ട കാര്യങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റും. ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അവർക്ക് ചിലപ്പോ ഒരു റിലാക്സേഷൻ ഉണ്ടാവും. ആ റിലാക്സേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്ന നല്ല കാര്യം. അപ്പൊ അയാൾ ആ ഫീഡ്ബാക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് ആ വ്യക്തിയുടെ പ്രോബ്ലംസ് നമ്മൾ അവിടെ സോൾവ് ചെയ്യുകയാണ്. അവരുടെ പ്രോബ്ലംസ് ആക്റ്റീവ് ലിസണിങ്ങിലൂടെ നമുക്ക് അവരുടെ പ്രോബ്ലംസ് കേൾക്കാനും ആ പ്രോബ്ലംസ് പരിഹരിക്കാനും സാധിക്കുന്നു. പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ലിസണിങ്ങിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. പലപ്പോഴും പ്രോബ്ലം സോൾവിങ് ആണ് ഇല്ലാത്തത്. എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നം കൊണ്ട് നടക്കും. ആ പ്രശ്നം ഒരാളോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം പെട്ടെന്ന് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ആ പ്രശ്നം നമ്മുടെ ഉള്ളിൽ കടന്ന് നീറുകയും ഇല്ല. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. പലപ്പോഴും അത് തുറന്ന് പറയാതെ കൊണ്ട് നടക്കുന്നത് മൂലം അതങ്ങനെ നീറിപ്പുകഞ്ഞ് അവസാനം ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു. അപ്പോ ഒരു ആക്റ്റീവ് ലിസണിങ്ങിലൂടെ ഒരു ലിസണർ ഉണ്ടാവുന്നതിലൂടെ ആ പ്രോബ്ലംസ് അവിടെ സോൾവ് ആയി മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ശരിയോ തെറ്റോ എന്നുള്ള രണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ കോൺഫ്ലിക്റ്റ് മാറി കിട്ടുകയും അതിനൊരു കറക്റ്റ് ഫീഡ്ബാക്ക് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ബിസിനസ് റിലേഷൻഷിപ്പ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ലിസണിങ് നല്ലൊരു മെത്തേഡാണ്. ബിസിനസ്സുകാര് അതുപോലെ തന്നെ എന്റർപ്രണേഴ്സ് ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഗുണമാണ് ലിസണിങ് കപ്പാസിറ്റി. ലിസണിങ് കപ്പാസിറ്റി എന്റർപ്രണേഴ്സിനും അതേപോലെ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ അഡ്വക്കേറ്റ്സ് അതേപോലെ തന്നെ അത്തരം ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ലിസണിങ് കപ്പാസിറ്റി. ഈ ലിസണിങ് കപ്പാസിറ്റിയിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു. ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ഒരു ആക്റ്റീവ് ലിസണിങ്ങിലൂടെ നമ്മൾ വളരുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ വളർത്തിയെടുക്കാൻ നമ്മൾ നല്ലൊരു ലിസണർ ആയിരിക്കണം. ഇവിടെ കുറെ ലീഡർമാരുണ്ട്. നമ്മളെ ബിമാജിക്കിൽ തന്നെ ഒരുപാട് ലീഡർമാരുണ്ട്. എല്ലാ ലീഡർമാർക്കും പ്രൈമറി ആയിട്ട് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അവർക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവര് നല്ലൊരു ലിസണർ ആയിരിക്കണം. ആക്റ്റീവ് ലിസണർക്ക് മാത്രമേ നല്ലൊരു ലീഡർ ആവാൻ കഴിയുകയുള്ളൂ. ഈ ലിസണിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു വ്യക്തികളുമായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ ഒരു ബോണ്ട്, ഒരു ഇമോഷണൽ ബോണ്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ലിസണിങ് കൊണ്ട്, ആക്റ്റീവ് ലിസണിങ് കൊണ്ട്, ലിസണിങ് എന്നുള്ള പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്ന സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ലിസണിങ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നല്ല ലിസണേഴ്സ് ആയിരിക്കണം. അത് നല്ലൊരു സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. ഇറ്റ്സ് ആൻ ആക്റ്റീവ് പ്രോസസ്. ഈ സൈക്കോളജിക്കൽ പ്രോസസ് ലിസണിങ് കപ്പാസിറ്റി നമ്മൾ നിരന്തരം വളർത്തിയെടുക്കണം. നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ കൂടുതൽ ആളുകളുമായിട്ട് നമുക്ക് സോഷ്യൽ കോണ്ടാക്ട്സ് ഉണ്ടാവുന്നതിലൂടെയും അവരെ കേൾക്കാനും അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാനും, പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുട്ടികളുടെ ഇടയിലായാലും അവരെ കേൾക്കാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. അതിലൂടെ നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി നമ്മൾ വളർത്തിയെടുക്കുക. അത് നാളെ സമൂഹത്തിന് നല്ല രീതിയിൽ ഉപകാരപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിസണിങ്ങിലൂടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഞാൻ ആദ്യമായിട്ട് നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ആണ്. ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. ലിസണിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ദിവ്യ മാം ഷെയർ ചെയ്ത് തന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ മാമിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാവുന്നതാണ്.
അപ്പം സംസാരിക്കാൻ റെഡി ആയിട്ടുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. റസാഖ് സർ. താങ്ക് യു ദിവ്യ മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മുമ്പ് എനിക്ക് തോന്നുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? Yes. എന്തായാലും പുനർജന്മം നന്നായിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും വന്നല്ലോ ദിവ്യ മാം. എന്തായാലും കുറച്ചു കാലം മുമ്പ് സൈക്കോളജി പഠിച്ചിരുന്ന കാലത്തേക്ക് ഒന്നോട് പോയി. ആ സൈക്കോളജിയുടെ ക്ലാസ്സിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോ ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ. ഇതില് വിഷയങ്ങള് സംസാരിക്കുമ്പോ നമ്മൾ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരമ്മക്ക് 2 or 3 കുട്ടികള്, ഇവിടെ നമ്മൾ ആ സാഹചര്യം നമ്മളൊന്ന് ശരിക്കും നോക്കിയാൽ മതി. 2 or 3 കുട്ടികൾ ഉണ്ടാവുമ്പോ അതിൽ ഒരു കുട്ടി മാത്രം തീരെ എനർജിക്കൽ അല്ലാതെ പ്രവർത്തിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിച്ചു പോകും. ഇതെന്തെങ്ങനെ ഈ പറഞ്ഞത് അനുസരിക്കണില്ല, അതല്ലെങ്കിൽ ഇത് എന്തെങ്ങനെ പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ തീരെ ഒരു ഉഷാറില്ല എന്ന് ഓട്ടോമാറ്റിക്കലി സംസാരിച്ചു പോകുന്ന ഈ വിഷയമാണ് ഇവിടെ എന്ത് ചെയ്യണ്ടേ, ആ പാരന്റിങ്ങിൽ വരുന്ന ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഇത് ശരിക്കും ഉള്ളതാണ്, യഥാർത്ഥത്തിൽ ഉള്ളതാണ് പറയുന്നത്, ഇല്ലാത്തത് പറയാ അല്ലെ അവരെ മോശപ്പെട്ട് പറയല്ല, ഉള്ളതാണ് അവർ പാരന്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇവരെ മനസ്സിൽ എത്രത്തോളം വരുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മളാരും തയ്യാറല്ല. അവിടെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ടുവരേണ്ട നമ്മള്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഓട്ടോമാറ്റിക് പറഞ്ഞു, ഈ കുട്ടി എന്താ ഇങ്ങനെ പറഞ്ഞതനുസരിക്കാത്തത്, ഈ കുട്ടി മാത്രം എന്താ ഒരു ഉഷാറില്ലാത്തത്, ഈ കുട്ടി മാത്രം എന്താ കളറ് കറുത്തുപോയത് എന്നൊക്കെ ആ കുട്ടിയെ പറ്റി നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും. ഇത് ശരിക്കും നമ്മൾ സൈക്കോളജിന്റെ ഉള്ളിലേക്ക് കടന്നുപോയ ക്ലാസ്സിൽ നമ്മൾ കേൾക്കാവുന്ന, സൈക്കോളജി പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം. ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ കണ്ടെത്തുകയും ശരിക്കും ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പാരന്റിങ് ആയിരിക്കും. ഈ കുട്ടിയെ അല്ലേക്കാരും ചികിത്സിക്കുക, കുട്ടിയേറ്റേക്കാരും വരിക, സൈക്കോളജിയിലൊക്കെ കുട്ടിയേറ്റേക്കാരും വരിക കൗൺസിലിങ്ങിന്. പക്ഷെ ശരിക്കും കൗൺസിലിംഗ് ആവശ്യം കുട്ടിക്കല്ല, രക്ഷിതാക്കൾക്കായിരിക്കും എല്ലാം. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആ സൈക്കോളജിന്റെ ക്ലാസ്സിലൂടെ പോകാൻ കഴിഞ്ഞതിന് താങ്ക് യു. താങ്ക് യു റസാഖ് സർ. ഉണ്ണികൃഷ്ണ സർ. താങ്ക് യു ദിവ്യ മാം. ഞാൻ ഉണ്ണികൃഷ്ണ സാറിന്റെ വൈഫാണ്. മാം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലാസ്, അടിപൊളിയായിരുന്നു. നല്ല എന്താ പറയണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ പതിഞ്ഞു പോയി. കാരണം എനിക്ക് ലിസണിങ് എന്നുള്ള ഒരു കാര്യം വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പല ആളുകളും സുഹൃത്തുക്കൾ തന്നെ എന്നോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നമുക്ക് മോട്ടിവേഷൻസ് കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഡീപ്പ് ലിസണിങ്ങിലൂടെ നമുക്ക് മറ്റുള്ള ആളുകളെ കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കൂടി ഇതിൽ വരുന്നുണ്ട് അല്ലെ മാം? അതെ. അപ്പോ നമുക്കത് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഫോണിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവിടെ നടന്നു പോകുമ്പോ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് പറയാൻ തോന്നില്ല. പക്ഷെ നമ്മൾ അവരെ ശ്രദ്ധിച്ച് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഖത്ത് തന്നെ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുഖഭാവമാണ് നമ്മുടെ മുഖത്തുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം നല്ലൊരു ആശ്വാസമായിരിക്കും. പിന്നെ അതുപോലെ നമ്മളത് ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യത്തിൽ പോലും നമുക്കത് പെട്ടെന്ന് തീർത്തിട്ട് വേണം അടുത്ത ജോലി ചെയ്യാൻ. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തിൽ മിക്കതും. ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോൾ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, പല കാര്യങ്ങൾക്കും ഞാൻ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലിസണിങ് ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ മൈൻഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലൂടെ തന്നെ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അതൊരു ആശ്വാസമായിട്ട് മാറും ചെയ്യും. നമുക്ക് നമ്മുടെ മൈൻഡിനെ നമുക്ക് കൂടുതൽ നേരം നിയന്ത്രിച്ച് നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് നമുക്ക് തന്നെയാണ് അതിനുള്ള പ്രോഫിറ്റ് കിട്ടുന്നത്. വളരെയധികം നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. സിന്ധു മാം. ഹായ് ദിവ്യ മാം, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു എടുത്തത്, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ കുറച്ച് മുന്നേ വരെ ഒരു 50% കുട്ടികളിലും നമ്മള് രക്ഷിതാക്കള് അത് അവരെ കേൾക്കാനുള്ള ഒരു സമയം എടുത്തിരുന്നില്ല. അവരെ കേൾക്കാൻ അവർക്ക് സമയമില്ല, രക്ഷിതാക്കൾക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സൂയിസൈഡുകൾ നമ്മളെ കേട്ടിട്ടുണ്ട്. ഒരുപാട്
ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 100 കുട്ടികളെ എടുത്താൽ ഒരു 50% ഇപ്പൊ രക്ഷിതാക്കൾ അതിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നേടിയിട്ടുണ്ട്. കാരണം അംഗൻവാടികളിലൊക്കെ ഓരോ ലൊക്കേഷൻ നോക്കിയിട്ട് ക്ലാസ്സുകൾ അംഗൻവാടിയിൽ നിന്ന് മാസത്തിൽ 2 തവണയും കൂടാതെ ഡെയിലി ഉള്ള ക്ലാസ് എന്ന് പറയുന്ന പോലെ അവർക്ക് മാസത്തിൽ വേറെയും കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ പറയണത് എന്താന്ന് വെച്ചാല് നമ്മളെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ ആദ്യം നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അവര് സ്കൂളിൽ പോകണ അല്ലെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞ ഒരു അംഗൻവാടിയിൽ വരുന്ന ഒരു കുട്ടി തന്നെ വൈകുന്നേരം വീട്ടിലെത്തിയാല് അവരോട് ആദ്യം നമ്മള് അംഗൻവാടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ ആരൊക്കെ ആയിട്ട് കൂട്ടുകൂടി, ആരാണ് നിന്റെ ഫ്രണ്ട്സ്, ഇങ്ങനെ ചോദിച്ചറിയാൻ നമ്മളടുത്ത് ഒരു ജാഗ്രത, ഒരു ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാല് ആ കുട്ടികൾ 10 ദിവസം നമ്മൾ അടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളടുത്ത് വന്ന് പറയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അവരെ ശരിക്കും കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു പ്രചോദനമാണ്. ആ കുട്ടികൾ അത് വീണ്ടും ഹൈസ്കൂളില് മറ്റേ കോളേജ് അവിടെ ഇവിടേക്കൊക്കെ എത്തും തോറും അവരെന്ത് ചെയ്യും, ഈ ഒരു കാര്യം രക്ഷിതാക്കളടുത്ത് വന്ന് പറയാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ കുട്ടികളെ മൈൻഡ് ഓക്കെ ആവും, നമ്മളുമായിട്ട് അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ വേറെ രീതിയിലേക്ക് പോകുന്നതിനെ തടയാൻ ഒരു പരിധി വരെ രക്ഷിതാക്കൾക്ക് സാധിക്കും എന്നുള്ളത് 100% സത്യമാണ്. ഇപ്പൊ കുറെ കുറവായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ രക്ഷിതാക്കളൊക്കെ പഠിച്ചു തുടങ്ങി. ഇത് നല്ലൊരു കാര്യമാണ്, ലിസണർ ആവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണെന്ന് രക്ഷിതാക്കൾ പഠിച്ചു തുടങ്ങിയതിന്റെ പേരിൽ ഇപ്പൊ വല്ലാതെ അങ്ങോട്ട് നമ്മള് സൂയിസൈഡ് അങ്ങനത്തെ സംഭവങ്ങൾ കേൾക്കണില്ല. അപ്പൊ ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. രക്ഷിതാക്കൾക്കാണ് നമ്മൾ ആദ്യം ക്ലാസ് കൊടുക്കേണ്ടത്. അവരെന്നെയാണ് ഇത് കേൾക്കേണ്ടത്. അവരാണല്ലോ കുട്ടികളെ തിരുത്തി കൊണ്ടുവരേണ്ടത്. അവര് എപ്പോഴും കുട്ടികളോട് ഇങ്ങനെ എപ്പോഴും ദേഷ്യം പിടിച്ചു ഒരു ഫ്രണ്ട്ലി ആവാതെയും എപ്പോഴും ഇങ്ങനെ നമ്മൾ വല്ല പട്ടാള ചിട്ടകളെ പോലെ ചിട്ടകൾ മാത്രം അടിച്ചേൽപ്പിച്ചു അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാല് കുട്ടികൾ അതേ രീതിയിൽ തന്നെ വളരുള്ളൂ. നമ്മള് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഒരാള് നല്ല സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ അവര് ശരിയാവുകയാണെങ്കിൽ അപ്പൊ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല, വീട്ടിലും ഉണ്ടാവില്ല. ആ കുട്ടികൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിയ മറ്റുള്ളവരെ നന്നാക്കാനും ആ കുട്ടികളെ കൊണ്ട് സാധിക്കും. അത് ഉറപ്പാണ്. കാരണം ഞാൻ അംഗൻവാടി ചെയ്യണ ഒരു കാര്യം, 3 വയസ്സായ ഒരു കുട്ടിയാണെങ്കിൽ അവരെ നമ്മളെ കൂടെ ഇരുത്തി എല്ലാ കാര്യങ്ങളും ചർച്ചയിൽ അവരെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാ. അപ്പൊ മാത്രമല്ല അവർക്ക് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ അറിയുള്ളൂ. ഇത് അവരെ ഒന്നും അറിയിക്കില്ല. അവരെന്ത് ആവശ്യപ്പെട്ട അതൊക്കെ വാങ്ങിക്കൊടുക്കും. അവരെ കൂടെ നമ്മള് അവർക്ക് വാശി പിടിച്ച് അത് സഹായിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് നമ്മളെ വീട്ടിൽ ഒരു കാര്യം അറിയണ്ട. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളതുണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ അറിയിക്കണില്ല അവരെ തന്നെ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അവരെ കൂടെ നിർത്തി വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ജീവിക്കാൻ പഠിപ്പിച്ചാല് ആ കുട്ടികളെ കൊണ്ട് വീട്ടിനും സമൂഹത്തിനും നമുക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സിന്ധു മാം. പ്രകാശൻ സർ. ദിവ്യ മാം, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഹലോ മാജിക് മോർണിംഗ്. ഹലോ, കേൾക്കുന്നില്ല? നല്ല ടോപ്പിക് ആയിരുന്നു, ക്ലാസ് ആയിരുന്നു. താങ്ക് യു. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. ശരി. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമായ ഒന്ന് തന്നെയാണ് നല്ലൊരു ലിസണർ ആവുക എന്നത്. ഒരുപക്ഷെ സമൂഹത്തില് ഈ കുറ്റക്കാരായിട്ടുള്ള കുട്ടികളെ സൃഷ്ടിക്കുന്നത് ഈ കേൾവിക്കാരുടെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ട്, പറഞ്ഞ പോലെ ഇപ്പൊ മാറിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ആ ഒരു ബോധം വന്നു തുടങ്ങി. പക്ഷെ ക്ഷമ ഉള്ള ഒരാൾക്ക് മാത്രമേ അതിലേക്ക് കടക്കാൻ പറ്റൂ എന്നുള്ളതാണ്. കാരണം കുറെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. ഏതായാലും ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ആയിരുന്നെങ്കിൽ മാഡത്തിന് അങ്ങനെ ഇത്രയും കൃത്യമായിട്ട് ആ ഒഴുക്കിലുള്ള ശരിക്കും പറഞ്ഞാല് സക്സസ് സൂചിപ്പിച്ച ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഒരു മാനസികാവസ്ഥ, ഒരു സൈക്കോളജി ഭാഗത്തേക്ക് നമ്മൾ പുറകോട്ട് ഒരുപാട് ചിന്തിക്കേണ്ടി വന്ന ഒരു ടോപ്പിക് ആയിരുന്നത്. ഏതായാലും വളരെ നന്നായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റി. നല്ലൊരു ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു. താങ്ക് യു. വളരെ നല്ല, വീണ്ടും പറയുകയാണ്, ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു പ്രകാശൻ സാർ. താങ്ക് യു പ്രകാശൻ സർ.
ദിവ്യ ദിനോജ്. മാം, ദിവ്യ ദിനോജ് മാം. ഓക്കെ മാം, ലീവ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഉണ്ടായിരുന്നോ? ഹലോ 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 ആ മാം, ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, ഇതില് ലിസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾക്ക് കൊടുക്കുന്ന ചെറിയ കുട്ടികളിലും പിന്നെ വയസ്സായവരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാര്, എന്താ പറയാ, ചെറുപ്പക്കാരിലായ ആൾക്കാര് പിന്നെയും ഫ്രണ്ട്സിന്റെ ഇടയിൽ സംസാരിക്കാനും പിന്നെ അതിന് ഒരു ഗ്യാപ്പ് ഇല്ല, പ്രോബ്ലം വരുന്നില്ല. പക്ഷെ ചെറുപ്പക്കാരിലായ കുട്ടികളിലും ഒരുപാട്, എന്താ പറയാ, വയസ്സായ ആൾക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോബ്ലം വരുന്നത്. അപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന് എടുത്തത്. വളരെയധികം സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഞങ്ങളെ പുതിയ ദിവ്യ കേട്ടോ, ദിവ്യ മാം. ആണ് ദിവ്യ ദിനോജ്. യെസ് യെസ്. താങ്ക് യു ദിവ്യ ദിനോജ് മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ദിവ്യ മാമിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ മാമിന് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാം എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചു, ഹാപ്പി ആണല്ലോ മാം? ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഇനിയും ഇങ്ങനത്തെ ഒരുപാട് സെഷൻസ് മാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, then നമുക്ക് ഈ ഒരു സെഷൻ അതിന്റെ പെയിന്. സോറി മണി സാർ. മാജിക് മോർണിംഗ്. ദിവ്യ മാം, നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളെ ആക്റ്റീവ് ലിസണിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നതിന് താങ്ക്സ് പറയാണ്. എപ്പോഴും ഒരു നല്ല ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും നല്ലൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും നല്ല വ്യക്തമായിട്ടുള്ള പോയിന്റ് ആയിട്ട് അതിന്റെ ബെനിഫിറ്റ്സും ലിസണിങ് കപ്പാസിറ്റി എന്താണ് അതിന്റെ കാര്യങ്ങൾ, നമ്മൾ ആക്റ്റീവ് ലിസണർ ആകാൻ വേണ്ടിയിട്ട് ഐ കോണ്ടാക്റ്റും, അതായത് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? എന്തെങ്കിലും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇല്ല. സോ നമുക്ക് ഈ ഒരു സെഷൻ ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാം, ഇത് ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് എന്നോട് ആരും സംസാരിക്കില്ലായിരുന്നു. ഞാൻ ആരെങ്കിലും എന്നോടൊന്ന് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എൻ്റെ വിഷമങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ഞാൻ വിളിച്ച ഉടനെ ഫോണ് സൈലന്റ് ആക്കി വെക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറയും. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമം. എനിക്ക് ഹസ്ബൻഡ് പോയതിനെക്കാട്ടി എനിക്ക് ഒരുപാട് വിഷമമായത് എനിക്കൊന്ന് സംസാരിക്കാൻ ആരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഒരുപാട് വിഷമത്തിലായിരുന്നു. അങ്ങനെ എനിക്ക് ഡോക്ടർ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവര് പറഞ്ഞത് ഈ കുട്ടിയോട് ആരെങ്കിലും കുറച്ച് സംസാരിക്കുക. അത് വീട്ടിൽ എന്താന്ന് വെച്ചാല് 2 സഹോദരങ്ങളുണ്ട്. അപ്പൊ അവര് രാവിലെ എണീറ്റ ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ അവരിങ്ങനെ ട്രിപ്പ് പോകും. പിന്നെ അധികം അങ്ങനെ സംസാരിക്കാറില്ല. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ വിഷമങ്ങൾ കരയാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എപ്പോഴും വഴക്ക് പറയും. അപ്പൊ എനിക്ക് സത്യത്തിലെ ഹസ്ബൻഡ് പോയ സമയത്ത് ഞാൻ ഒട്ടും കരഞ്ഞില്ല. കാരണം വെച്ചാൽ ഈ വിഷമങ്ങള് എന്റെ അച്ഛൻ പോയ 15-ാം ദിവസമായിരുന്നു എന്റെ ഹസ്ബൻഡും പോയത്. അപ്പൊ ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര ഡിപ്രഷനായിരുന്നു ഞാൻ. ആ സമയത്ത് ആരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു ഇതില്ലാതിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വന്നത്. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ ടൈം കിട്ടാതെയാണ്. ഇപ്പൊ ഹാപ്പിയാണ് ഞാൻ. ഓക്കെ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, അബിത മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് വൈൻഡപ്പ് ചെയ്യണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പറയാം കേട്ടോ.
നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അൺമ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്കത് നിങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുന്നത്. താങ്ക് യു എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പൊ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.